നമസ്കാരം, ഞാൻ ജോഷി. അവ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിസിനസ് തുടങ്ങാതിരിക്കാൻ 10 കാര്യങ്ങൾ. ഒരു 10 കാര്യങ്ങൾ ബിസിനസ് തുടങ്ങാതിരിക്കാൻ എന്ന് വെച്ചാല് നിങ്ങളെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങാത്ത ഈ 10 കാര്യങ്ങൾ. അപ്പൊ അതിനെ നമ്മള് എങ്ങനെ അതിജീവിക്കാം, നമ്മൾ എങ്ങനെ അതിജീവിക്കാം. ഒന്നാമതായിട്ട് എന്തിനു നമ്മൾ ബിസിനസ് തുടങ്ങും, എന്തിനാ തുടങ്ങുന്നത്. നമുക്ക് അങ്ങനെ പണ്ടുണ്ടായിരുന്ന ഒരു ചിന്ത, നമ്മൾ ഈ ലോകത്ത് വന്നു ഒരു 10-50 വർഷം ജീവിക്കുന്നു, അപ്പൊ തിരിച്ചു പോകുമ്പോ നമ്മൾ എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കണം, നമ്മളെ ഓർമ്മയ്ക്ക്. അതെ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ആ ചിന്ത കൊണ്ട് അങ്ങനെ ഒന്നും തുടങ്ങിയില്ല. പക്ഷെ പെട്ടെന്നുണ്ടായ കാരണം വേണം, അത് നമുക്കൊരു നല്ലൊരു 2017 നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് പറ്റുന്നില്ല. അതെ, അപ്പൊ എന്തിന് ബിസിനസ് തുടങ്ങണം എന്നൊരു തീരുമാനം വന്നു. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, നമുക്ക് പൈസ ആവശ്യമുണ്ട്, ബിസിനസ് തുടങ്ങണം അല്ലെ. രണ്ടാമത്തെ കാര്യമാണ് എന്ത് ബിസിനസ് തുടങ്ങണം. അപ്പൊ നമ്മുടെ സാഹചര്യം ആയിരുന്നു ഒരുപാട് പണം മുടക്കി ബിസിനസ് പറ്റില്ല. ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞ് വരുമാനം കിട്ടുന്ന ബിസിനസ് പെട്ടെന്ന് തുടങ്ങാൻ കഴിയണം. അതിന് മുതൽ മുടക്ക് പാടില്ല, പെട്ടെന്ന് ലാഭം കിട്ടണം, നഷ്ടം വരാനും പാടില്ല. അങ്ങനെ നമ്മൾ ആലോചിച്ചു. അങ്ങനെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അന്ന് ഈ ലാസ്റ്റ് ഇൻക്യുബേറ്റർ എന്നൊരു പേര് കിട്ടിയ ഒരു എക്സിബിഷന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് മുട്ടയൊക്കെ വാങ്ങി ഒരു 10 കാടമുട്ട, അതുപോലെ താറാമുട്ട, കോഴിമുട്ട വിരിയിക്കാൻ വെച്ചു. അങ്ങനെ ചെലവില്ലാത്ത രീതിയിൽ ഒരു ഇൻക്യുബേറ്റർ ആക്കി. അങ്ങനെ നമ്മളത് മുട്ട വിരിയിച്ചു. 3-4 കാടക്കുഞ്ഞുങ്ങൾ, 2-3 കോഴി, 4 താറാവ്, ഇതൊക്കെ വിരിഞ്ഞു വന്നു. അപ്പൊ നമുക്ക് തിരിച്ച് തുടങ്ങിയാലോ വന്നത്, അതായത് ഫാം. അങ്ങനെ നമ്മളതിൽ കാട ഫാം വളരെ ചിലവ് കുറഞ്ഞാണ്. 40 രൂപയാണ് ഒരു കാടക്കുഞ്ഞുങ്ങൾക്ക്. വളരെ ചെറുതായി തുടങ്ങാം. 50 കാടക്കുഞ്ഞുങ്ങളെ എടുത്ത് നമുക്ക് ആകെ 8000 രൂപ ആകേണ്ടല്ലോ മുടക്ക് വന്നു. അപ്പൊ നമ്മൾ തീരുമാനിച്ചത് എന്ത് ബിസിനസ് തുടങ്ങണം. കാടകൃഷി, ഇതിന്റെ മൂലധനം പൈസ കയ്യിലില്ല, മൂലധനം അധികം ഇല്ല. അപ്പൊ നമ്മള് ഒരു കുടുംബശ്രീ 8000 രൂപ വായ്പ എടുക്കും, ചെറിയ തുക. അതിന് 50 കാടക്കുഞ്ഞുങ്ങളെ 40 രൂപ ഒരു കുഞ്ഞിന് 2000 രൂപ അങ്ങനെ തൂങ്ങി. അപ്പൊ ബാക്കി തുക കൊണ്ട് ബാക്കി സൗകര്യങ്ങൾ. ബിസിനസ് തുടങ്ങുന്നതിന് നമുക്ക് മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അടിസ്ഥാന സൗകര്യം. എന്ത് ബിസിനസ് തുടങ്ങണേ, ഒരു റീപാക്കിങ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ, ഒരു ഫാം, ഒരു കൃഷി, എന്തായാലും നമുക്കൊരു അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അപ്പൊ ഇതിന് നമ്മുടെ കയ്യിൽ പണമില്ല. അപ്പൊ നമ്മൾ എന്തായാലും പഴയ വീടിന്റെ ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്തു. നമ്മൾ അതിൽ തന്നെ മുളകൊത്തി മെഷ് വാങ്ങി ഔട്ട്ലൈൻ പണിയൊക്കെ എടുത്തു. നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളായി. അടുത്താണ് നമ്മൾ ഇതിന് സമയം കണ്ടത്. എന്ത് ബിസിനസ് തുടങ്ങണം, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, എന്ത് ബിസിനസ് തുടങ്ങണമെന്നായി പണം എത്തി അടിസ്ഥാന സൗകര്യങ്ങളിൽ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേരുന്നുണ്ട്. പക്ഷെ നമ്മൾ സമയം കണ്ടെത്തി. നമ്മള് ഈ ഫാം ആദ്യത്തെ ബിസിനസിന്റെ അവിടെയാണ്. കാട ഫാം തുടങ്ങാൻ വേണ്ടിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ബുക്ക് ചെയ്ത് 15-ാം ദിവസം കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമ്മളോട് പറഞ്ഞപ്പോ നമുക്ക് ഒന്നുമില്ല. പക്ഷെ ആ ഒരു ഷെഡിൽ ഈ 15 ദിവസം കൊണ്ട് ഓവർ ടൈം പണിയെടുത്ത് നമ്മൾ ഒരു ഡെഡ് ലൈൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഫാം തുടങ്ങി. 6ാമത്താണ് നമുക്കിത് വിൽക്കാനുള്ളത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഒരു കടയിൽ നമ്മൾ എത്തിക്കണമെങ്കിൽ അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. സെയിൽസ് മാത്രം നമ്മൾ ചെയ്താലേ അതിന്റെ പഠിക്കുള്ളൂ. നമ്മൾ എത്ര ക്ലാസ് കൂടിയിട്ടും കാര്യമില്ല, എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. നേരിട്ട് ഒരാളുടെ അടുത്ത് പോയി സാധനം വിറ്റാൽ നിങ്ങൾ സെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ബിസിനസ് നടക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങി, നമ്മൾ സാധനം സപ്ലൈ ചെയ്യാൻ തുടങ്ങി. 7ാമത്തായിട്ട് നമുക്ക് വരുന്നതാണ് ബിസിനസിന്റെ വളർച്ച. എത്ര ചെറുതായിട്ട് തുടങ്ങുന്നു അത്രയും വളർത്താൻ പറ്റും, അത്രയും വളർത്താം. അതാണ് ബിസിനസിന്റെ വൃത്തി. എത്ര ചെറുതായിട്ട് തുടങ്ങി അത്ര വളർത്താൻ പറ്റും. അപ്പൊ നമ്മൾ 50-ൽ തുടങ്ങി. ഒരു മാസം കൊണ്ട് നമ്മൾ പിന്നെ 300 കാടനെ കൂടെ എടുത്തു. 3 മാസം കഴിഞ്ഞപ്പോ 700 കാടയാക്കി. നമ്മൾ 650 കാടമുട്ട ഒരു ദിവസം വിൽക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വെറും 3 മാസം കൊണ്ടുണ്ടായി. ബിസിനസ് വളർത്തുന്നതിന് ഒറ്റ കാലത്ത് എത്തിയാൽ മതി. നമ്മള് തുടക്കത്തിൽ ലാഭം എടുക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ നോക്കാം. ലാഭം എടുത്ത് തീരും, അതായത് ലാഭം എടുത്തേ തീരും. ആ ലാഭത്തിൽ നിന്ന് ബിസിനസ്സിലേക്ക് മുടക്കുക. പിന്നെ ഈ ബിസിനസ് വളർത്തി നമുക്കുണ്ടായ പ്രശ്നമാണ്, ഒരു 600 കാടൊക്കെ ആയിരുന്നു ഉത്പാദനത്തിന് ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ തീറ്റയ്ക്ക് വില കൂടാൻ തുടങ്ങി. അപ്പൊ നമ്മൾ അതിന് ചെയ്തത് നമ്മള് ഗോതമ്പ് മൈക്രോ ഗ്രീൻ ആക്കി വളർത്തി കൊടുത്തു, പൊടിച്ചു കൊടുത്തു. പിന്നെ
അസോള. പക്ഷെ ഇതൊന്നും ഒന്നും പര്യാപ്തമല്ല. ഒരു 600-750 കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതൊന്നും പര്യാപ്തമല്ലായിരുന്നു. എങ്കിലും നമ്മൾ ശ്രമിച്ചു. പക്ഷെ അതിന് നമുക്കൊരു പടി കൂടി കടന്നാലും നമ്മൾ ഇപ്പോൾ നടത്തി കൊടുക്കും. ഇപ്പൊ നമ്മൾ നടത്തുന്നില്ല. ഇങ്ങനെ പോയാൽ നഷ്ടം വരുമെന്നുള്ള കാര്യം അടുത്ത ബിസിനസ്സിലേക്ക്. ഏത് ബിസിനസ് തുടങ്ങിയാലും ഉത്പാദന ചെലവ് കുറയ്ക്കാൻ എന്നുള്ളത് മൂന്നാമത്തെ ഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. എട്ടാമത്തെ കാര്യം, അപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങി അതിനെ എല്ലാ സംവിധാനങ്ങളും ആക്കി അതിനെ വളർത്തി ഉത്പാദന ചെലവ് നമ്മൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഒൻപതാമതാണ് ഒരു ബിസിനസ് ഒരു പരിധി പോയിട്ട് വളർന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേസ്റ്റ് മാനേജ്മെന്റ്. അത് നമുക്ക് ഇവിടെ പരമാവധി ചെയ്യാൻ പറ്റുന്നത് ഒരു ബയോഗ്യാസ് ടാങ്ക് ആയിരുന്നു. പക്ഷെ അതിന് നമുക്ക് കുറച്ചുകൂടെ നല്ല സൗകര്യമുള്ള സ്ഥലത്തൊക്കെ വേണമായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത് തീറ്റയുടെ വില കൂടിയിട്ട് നമുക്ക് ഈ അവസാനം പറഞ്ഞ 2 കാര്യങ്ങൾ കൊണ്ടാണ് അപ്പൊ അത് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളത് ആദ്യം മുതലേ നമ്മുടെ ചിന്തയിലുണ്ടാകും. 10ാമതാണ് ബിസിനസ്സിൽ അധിക ലാഭം ഉണ്ടാക്കാനുള്ള ഏക മാർഗം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ നമ്മളൊരു കൃഷി ചെയ്യുന്നു, ഏത്തക്കാവിക്കരുത്, അത് പൊടിയാക്കി കൊടുക്കുക. പൊടിയാക്കി കൊടുക്കരുത്. അതിനെ നമ്മളൊരു ഹെൽത്ത് പാക്ക് ആക്കി കൊടുക്കുക. ഒരു പപ്പായ കൃഷി ചെയ്തു, അങ്ങനെ തന്നെ കൊടുക്കരുത്. അത് നമ്മൾ ഉണക്കി കൊടുക്കുക. അത് അങ്ങനെ കൊടുക്കരുത്. അത് ഫേസ് പാക്ക് ആക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരു തവണ ഇത് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ നമുക്ക് 3 ഇരട്ടിലാകും. അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ 10 ഇരട്ടിലാകും. നമുക്ക് ആദ്യത്തെ നമ്മുടെ ബിസിനസ് ആയിരുന്നു. അത് നിർത്താനുള്ള കാരണം ഇതാണ്. ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തീറ്റയുടെ വില കൂടി നമുക്ക് അധികം വരുമാനം ഇതിനകത്ത് ലഭിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ 10 കാര്യങ്ങളാണ് എന്തിന് ബിസിനസ് തുടങ്ങണം, എന്ത് ബിസിനസ് തുടങ്ങണം, ഇതിന്റെ മൂലധനം, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ബിസിനസ്സിന് സമയം കണ്ടെത്തുന്നത്, വിൽക്കുവാനുള്ള കഴിവ് നേടുന്നത്. 7ാമത്തത് ബിസിനസിന്റെ വളർച്ച. 8ാമത്തത് വളരുന്ന ബിസിനസിന് ഉത്പാദന ചെലവ് കുറയ്ക്കുക. 9ാമത്തത് വേസ്റ്റ് മാനേജ്മെന്റ്. 10 നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഈ 10 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ബിസിനസ് നല്ല ഉഷാറായിട്ട് പോകും. അപ്പൊ ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമ്മൾ ഇനി ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.